ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണയിലാണ് കേട്ടോ. ഇത് പുലാമന്തോളുള്ള എമറാൾഡ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലാണ്. ഇതാ മുഫി ഓടി വന്നിട്ടുണ്ട് കണ്ടപ്പോൾ. ഇന്ന് വി ക്രിയേഷൻ ഫാമിലിയുടെ മീറ്റപ്പ് ആയിരുന്നു. അടിപൊളി മീറ്റപ്പ് ആയിരുന്നു കേട്ടോ. നല്ല സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ നടത്തിയിട്ടുള്ളത്. അടിപൊളി റിസോർട്ടാണ്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് അകത്ത് കയറി. എല്ലാവരും അവരുടെ ജേണികളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ ഇതിൻ്റെ അഡ്മിൻ മുഫി ഉണ്ട്, പിന്നെ ഇതാ ഈ ബുള്ളറ്റ് മാനൊക്കെ ഉണ്ട്, കുറേ ആളുകളുണ്ട് കേട്ടോ. അടിപൊളി അഡ്മിൻ പാനലാണ്. അതുകൊണ്ട് തന്നെ നല്ല പരിപാടിയായിരുന്നു കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നമ്മളിതുവരെ നേരിട്ട് കാണാത്ത കുറേ പേരെ കണ്ടു കേട്ടോ. അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരു നിമിഷം നമുക്ക് ഒരുക്കി തന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അപ്പം പലരും പല സാഹചര്യത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ആപ്റ്റായിട്ടുള്ള സമയത്തായതുകൊണ്ട് അവരിപ്പോൾ അതിൽ സന്തോഷിക്കുന്നുണ്ട്. അവരുടെ ചാനൽ വഴി അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. ഞാനൊക്കെ വെറുതെ തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ആർക്കും വേണ്ട, അവരെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവർ വിജയിച്ചു എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. ഇനി ഉയരങ്ങളിലെത്തട്ടെ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. പിന്നെ ഇവരൊക്കെ ഒറ്റ ഷോർട്സ് കൊണ്ട് എന്താ പറയുക റീച്ച് കയറി അങ്ങ് വൈറലായ ആളുകളാണ്. പിന്നീടാണ് അവർ വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റി. അവരൊക്കെ സംസാരിച്ചു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവരിതാ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എന്താ പറയുക ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കഥകളൊക്കെ കേട്ടു. ഒരുപാട് സന്തോഷമായിട്ടോ. കുറേ എവിടെ നിന്നൊക്കെയോ ആളുകളുണ്ട്, എല്ലാ ജില്ലക്കാരും ഉണ്ട് തോന്നുന്നു. പെട്ടെന്ന് എടുത്തൊരു മീറ്റപ്പ് ആയതുകൊണ്ട് തന്നെ അവർ വിചാരിച്ച പോലെ അവർക്ക് ഭംഗിയാക്കാൻ പറ്റിയില്ല. പക്ഷേ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ. അവർ മൊമൻറ്റോ ആയാലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഗസ്റ്റ് നമ്മുടെ മനാഫിക്കയാണ്, പിന്നെ സെലുത്ത, കുറേ പേരുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഫുഡായാലും കാര്യങ്ങളൊക്കെ ആയാലും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. നല്ല ചിക്കൻ ദം ബിരിയാണിയൊക്കെ ആയിരുന്നു അവർ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീണ്ടും അകത്ത് കയറി. അപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ മനാഫ്ക വന്നത്. അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനാഫ്ഖാനെ കണ്ടത്. അപ്പോൾ മനാഫ്ഖയോട് സംസാരിച്ചു. ശരിക്കും നമ്മൾ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച കുറച്ച് ആളുകളിൽ ഒരാളാണ് കേട്ടോ മനാഫ്ക. കാരണം അർജുൻ ചേട്ടൻ്റെ കാര്യം വന്നപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ച ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് മനാഫ്ഖാനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ എല്ലാവരും മൊമെൻ്റൊക്കെ കൊടുത്തു. ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. നമുക്ക് തൃശ്ശൂർക്ക് തിരിച്ചെത്തേണ്ടതാണല്ലോ. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങി. അപ്പം എനിക്കും കിട്ടി മൊമെൻ്റ്. ഒരുപാട് സന്തോഷമായി. ഞാൻ മനാഫ്കയുടെ നിന്ന് മൊമെൻ്റ് വാങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ബുള്ളറ്റ് മാനുക്ക, പിന്നാര സെൽത്താത്ത എല്ലാവരെയും കണ്ട് ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഇനി ടീയും ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ ഈ ഒരു വേദിയിലും മനാഫ്ക അർജുൻ ചേട്ടനെ പറ്റി പറയാതിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറ്റി പറഞ്ഞു. നമ്മളുടെ വിജയത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നു. നല്ല മോട്ടിവേഷനായിരുന്നു. അപ്പം സെലുത്ത അതിനനുസരിച്ചിട്ട് വേറെയും കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ വീഡിയോയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെ ഉള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. എനിക്കും കിട്ടി മൊമെൻ്റോ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റാണ്, എല്ലാവരും കാണണം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. അങ്ങനെ മനാഫ്കയുടെ നിന്ന് മൊമെൻ്റൊക്കെ വാങ്ങിയിട്ട് ഫോട്ടോ എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ ഇറങ്ങി. വേറെ ഇല്ല ഇവിടെ. എന്നിട്ടാണ് പറ്റി വീഡിയോ എടുക്കായിരുന്നു. ഇവിടെ പിടിച്ചേ 2 ബ്ലോഗർമാർ തമ്മിൽ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ 2 ഫോണിൽ സംഭവമൊന്നുമല്ല. എന്നാൽ തുറന്നു നോക്ക്. ചെറുപ്പം ഇഷ്ടം തുടങ്ങിയവിടെ മറ്റേ കല്യാണത്തിന്റെ മെറ്റീരിയൽ ബാക്കിയുള്ളവ മാറ്റം ഇതിൻ്റെ താഴെ ഉണ്ട്. എത്ര ദിവസം അത് രാവിലത്തെ ബേജാറിൽ ഓടിയാണ്. ഇട്ട് കാണിക്കണം.
ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം നടന്നതിന് ചുറ്റും സ്വിമ്മിംഗ് പൂളാണ്. ഇതിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ പാർക്കുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തു കൂടെയാണ് കേട്ടോ പുഴ പോണത്. ഇവരിതാ എങ്ങോട്ടോ പോയിട്ട് വരികയാണ്. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അവർ പെട്ടെന്ന് എങ്ങോട്ടോ പോയതാണ്. അപ്പോൾ നമുക്ക് ടാറ്റൊക്കെ തന്നിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്നാക്സും ടീയൊക്കെ കഴിച്ച് ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ അവസാനിപ്പിച്ചത്. കിടിലം പ്രോഗ്രാമായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അഡ്മിൻ പാനലിലുള്ള എല്ലാവരോടും ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. അടുത്ത മീറ്റപ്പിന് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മുഫി എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു റിസോർട്ടാണ്, നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതാ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്, എന്തോ സംഭവമുണ്ട്. ഇത് റിംഗ് ലൈറ്റ് ആണ് കേട്ടോ, ഇത് എനിക്ക് കൊണ്ടുവന്നതാണ്. ഇവളാണെങ്കിൽ എന്ത് തരുമ്പോഴും നമ്മുടെ പ്രൂഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ നന്ന കമ്മലൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടൊക്കെ തരികയാണ്. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കളയാണ് കേട്ടോ ഇവൾ. അങ്ങനെ ഇതൊക്കെ തന്നപ്പോൾ മുഫീനെ കണ്ടതിലും ഇതിൽ വന്ന എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.